ഒരു വർഷമായിട്ട് നവീകരണത്തിന് വില അടച്ചിട്ടു. ആ തീരുമാനം തന്നെ തെറ്റ്. അടച്ചിട്ടാൽ അടച്ചിട്ടവർക്ക് എന്ത് വേണം? എത്രയും വേഗം പൂർത്തീകരിക്കേണ്ട ബാധ്യത ആർക്കാണ്? അടച്ചിട്ടവർക്കുണ്ട്. 76 കോടി രൂപ ചെലവിട്ടുകൊണ്ട് പാലക്കാട് മലമ്പുഴ ഉദ്യാനത്തിന് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഇപ്പോൾ ഏകദേശം ഒരു കൊല്ലമാവുന്നു. പക്ഷേ ഇപ്പോഴും ഈ ഉദ്യാനത്തിന് നവീകരണ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയരുന്നത്. ഡാമിനെ ആശ്രയിച്ച് കഴിയുന്ന നിരവധി കച്ചവട വ്യാപാര ആളുകളെല്ലാം വലിയ രീതിയിൽ ദുരിതത്തിലായിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ ഇവിടേക്ക് ഇപ്പോൾ വിനോദസഞ്ചാരികൾ എത്തുന്നതിന് വലിയ രീതിയിൽ കുറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ മാർച്ചിൽ തന്നെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് മലമ്പുഴ ഉദ്യാനം സഞ്ചാരികൾക്കായി തുറന്നു നൽകുമെന്നുള്ളതായിരുന്നു സർക്കാർ അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ മാസങ്ങൾ ഒരുപാട് കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെയും മലമ്പുഴ ഒരാൾക്കും വേണ്ടി തുറന്നു കൊടുത്തിട്ടില്ല. മുഴുവനും കാട് പിടിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ ഒരു പ്രതിഷേധമായി വന്നിരിക്കുകയാണ്. ഈ മലമ്പുഴ MLA എ പ്രഭാകരനെ പാട്ട കൊട്ടി ഉണർത്തുന്ന രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് ഇപ്പോൾ മലമ്പുഴയിലെ കോൺഗ്രസ് കടന്നിരിക്കുന്നത്. ഇപ്പോൾ പാലക്കാട് കോൺഗ്രസ് ജില്ലാധ്യക്ഷൻ എ തങ്കപ്പൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. MLA ഉണർത്തിയിട്ടെങ്കിലും മലമ്പുഴ ഉദ്യാനത്തിൻ്റെ ഈ നവീകരണം പൂർത്തീകരിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇപ്പോൾ. ഞങ്ങളുടെ ഒരു വർഷമായി ഈ മലമ്പുഴ ഉദ്യാനം അടഞ്ഞു കിടക്കുന്നത്. ഈ ഉദ്യാനത്തിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞ നേരത്തെ തന്നെ ഏഷ്യയിൽ തന്നെ രണ്ടാമത്തെ ഉദ്യാനം എന്നറിയപ്പെടുന്നത് വൃന്ദാവനത്തെക്കാളും മലമ്പുഴയാണ് ഏറ്റവും പ്രാധാന്യം കണക്കാക്കിയ ഒരു ഉദ്യാനമാണ്. അതിന് അശാസ്ത്രീയമായിട്ട് ഒരു വർഷമായിട്ട് നവീകരണത്തിന് വില അടച്ചിട്ടു. ആ തീരുമാനം തന്നെ തെറ്റ്. അടച്ചിട്ടാൽ അടച്ചിട്ടവർക്ക് എന്ത് വേണം? എത്രയും വേഗം പൂർത്തീകരിക്കേണ്ട ബാധ്യത ആർക്കാണ്? അടച്ചിട്ടവർക്കുണ്ട്. അത് ചെയ്യാതെ ഒരു വർഷമായി കഴിഞ്ഞ ഓണത്തിന് കൂട്ടിയിട്ട് ഇപ്പോഴും അതിലേക്ക് കൊണ്ടെത്തിച്ച അതിൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞകാല ഗവൺമെൻറ്റും അതിന് നേതൃത്വം കൊടുത്ത ഇവിടുത്തെ MLAക്കും അതിന് ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ MLA ഈ കാര്യത്തിൽ ഉറക്കം കണ്ടിച്ചിരിക്കുന്നു എന്നാണ് ഞങ്ങൾ പറയാൻ കാരണം. വേറൊന്നുമല്ല. ഈ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതലയുള്ളത്, നവീകരണ ചുമതലയുള്ളത്. അവർക്ക് ഈ സാങ്കേതിക അനുമതി ലഭിക്കാൻ വൈകി. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇപ്പോഴും ഉദ്യാനം അടഞ്ഞു തന്നെ കിടക്കുന്നതെന്ന് പറയുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഈ ഊരാങ്കൽ എന്ന് പറഞ്ഞാൽ LDF ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും അടുത്തുള്ള ആളുകൾ എല്ലാം ഊരാങ്കൽ ഏൽപ്പിക്കുന്ന കഴിഞ്ഞകാല ഗവൺമെൻറ് അവർ നേതൃത്വം കൊടുക്കുന്ന, കാരണം അതിൻ്റെ ആ ലേബർ കോൺട്രാക്ട് മുഴുവൻ LDF ആളുകൾ ചെയ്യുന്ന. ഇങ്ങനെ ഒരു തകരാറുണ്ടെങ്കിൽ എന്തിനാണ് അത് കിട്ടിയിട്ട് തുറന്നാൽ പോരെ, അടച്ചാൽ പോരെ? ഈ അങ്ങനെ ഒരു ഓർഡർ കിട്ടണമെങ്കിൽ കിട്ടിയിട്ട് അടച്ചിട്ട് പിന്നെ നവീകരണം എന്ന് പറഞ്ഞാൽ പോരെ? പിന്നെ ഇതിനകത്തൊരു പാർട്ടായിട്ട് നവീകരിച്ചാലുണ്ടല്ലോ ഈ ദുരിതം ഉണ്ടാവില്ല, ആളുകൾ വന്നു പോകും. പക്ഷെ അവരത് ഒരു ശാസ്ത്രീയമല്ലാതെ ഉണ്ടായിട്ടുള്ള നയത്തിൻ്റെ ഫലമായിട്ടാണ് ഇതിൻ്റെ ദുരന്തം ഉണ്ടാക്കിയത്. കൂടിയും ശ്രദ്ധിച്ച് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തണമായിരുന്നു. തീർച്ചയായിട്ടും തങ്കപ്പാട്ടൻ പറഞ്ഞ പോലെ AS കിട്ടിയിട്ടില്ല, ടെമ്പററി TS കിട്ടിയിരിക്കുന്നത്. ഞാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കണ്ടിരുന്നു, മന്ത്രിയെ കണ്ടിരുന്നു. TS കിട്ടിയത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് TS കിട്ടിയത്. TS കിട്ടാതെ അങ്ങനെ അടച്ചിടുക, ലക്ഷങ്ങളുടെ വരുമാന നഷ്ടമാണ് ടൂറിസത്തിന് നഷ്ടപ്പെടുന്നത്. മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് തങ്കപ്പാട്ട സഹായത്തോടു കൂടി അടിയന്തരമായിട്ട് ഇടപെടലുണ്ടാവും. യൂത്ത് കോൺഗ്രസും പ്രതിഷേധം മുന്നോട്ട് പോകുന്നത് തീർച്ചയായും. കാരണം 5 വർഷം കഴിഞ്ഞ 5 വർഷം ഈ MLA ഉറക്കത്തിലാണ്. ആ ഉറക്കത്തിലിരിക്കുന്ന MLAയെ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ഉണർത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സമരം. തുടർ സമരവുമായി പോലും UDF ഗവൺമെൻറ്റിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. 2 മന്ത്രിമാർ, ഇറിഗേഷൻ മന്ത്രിയും ടൂറിസം മന്ത്രിയും നമ്മുടെ ഡാം സന്ദർശിക്കാമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ മലമ്പുഴ ഉദ്യാന നവീകരണം അതിങ്ങനെ നീളുന്നതിൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എല്ലാം വലിയ പ്രതിഷേധത്തിലാണ്. ഇക്കാണുന്ന പാട്ട കൊട്ടിക്കൊണ്ട് ഇപ്പോൾ മലമ്പുഴ MLA ഉണർത്തുകയാണ്. അങ്ങനെ MLA ഉണർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ മലമ്പുഴ ഉദ്യാനത്തിൻ്റെ ഈ നവീകരണ പ്രവർത്തനങ്ങളെല്ലാം എപ്പോഴോ പൂർത്തിയാകുമായിരുന്നു. അത് ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിൽ ഉറങ്ങുന്ന MLA ഉണർത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഇപ്പോൾ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അറക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.